ഹായ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ട് ഏകദേശം 2-3 ആഴ്ചകളായി. ഇതിൻ്റെ കൂടെ ഒരു സന്തോഷം കൂടി എനിക്ക് പങ്കുവെക്കാനുണ്ട്. നിങ്ങളൊക്കെ നല്ല പോലെയുള്ള സപ്പോർട്ട് കാരണം നമ്മുടെ മല്ലു യൂസർ എന്നുള്ള ഈ ചെറിയൊരു ചാനൽ ഇപ്പോൾ മോണിറ്റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ മോണിറ്റൈസ് ആയിട്ടുള്ള ആദ്യ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ബർഗറാണ്. ഏകദേശം ഒരു 100ഓളം പീസ് ബർഗർ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൂട്ടുകാർക്ക് ഒരു ബർഗർ ഈറ്റിംഗ് ചലഞ്ച്, അതായത് ബർഗർ തീറ്റ മത്സരം കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ വലിയുള്ളി ഏകദേശം 1.5 കിലോ വലിയുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കൊന്ന് ആദ്യം വഴറ്റിയെടുക്കാം. ഏകദേശമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുക്കരുത്, കാരണം ബർഗറിൽ തക്കാളി ഇട്ട് കൊടുത്താൽ അത് നീര് കൂടും. അപ്പോൾ നമ്മൾ ബർഗർ പാറ്റി ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ പാറ്റി ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ്, കൂടുതലാവരുത്, വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ സോസിലും ഇതിലൊക്കെ ഉപ്പ് സാൾട്ട് അത്യാവശ്യം ഉണ്ടാവും. ഇനി അടുത്തതായിട്ട് ഒരു സ്പൂൺ, ഏകദേശം ഈ ഒരു സ്പൂണിന് പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല നാടൻ കുരുമുളകാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു സ്പൂണ് ചില്ലി പൗഡർ അതുകൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിത് ശരിക്കും ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം, ഒരു കാവി കിടന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബർഗറിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ശരിക്കും ഒന്ന് അരച്ച് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മളിനി നമ്മളെ ചിക്കൻ ബർഗറിലേക്കുള്ള ചിക്കൻ പാറ്റിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാറ്റി നമ്മൾ വീട്ടിലാണ് ഉണ്ടാക്കുന്നത്, ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ബർഗറിൻ്റെ വീഡിയോയിൽ നമ്മൾ പാറ്റി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചിക്കൻ പാറ്റി എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാം എന്നതുകൂടി നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ ചതച്ചെടുത്തിട്ടുണ്ട്. പച്ച ചിക്കനാണ്, ബോൺലെസ് പീസ് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ സവാളയും അതിൻ്റെ ആ കൂട്ട് നമുക്ക് ചതച്ചെടുത്തിട്ടുണ്ട്, മിക്സിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിവിടെ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്, ബ്രെഡ് പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 4 പാക്ക് ബ്രെഡ് പൗഡർ പൊടിച്ചതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇട്ടു. അപ്പോൾ നമ്മൾ ചിക്കനെ ആ പച്ചക്ക് ചതച്ചത്, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ മസാല, പിന്നെ അതിൻ്റെ കൂടെ ബ്രെഡ് പൊടിച്ചത്, ഏകദേശം ഇപ്പോൾ ഒരു 3 പാക്കറ്റ് ബ്രെഡാണ് ഞാൻ അതിൽ ഇട്ടിട്ടുള്ളത്. ഇനി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് കൂടി ഇനി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 മുട്ട കൂടി ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ചുകൂടി ബ്രെഡ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 3 പാക്ക് ബ്രെഡ് പൊടി നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവറിൻ്റെ ഓയിൽ, ഏകദേശം ഒരു 50 ml മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഇത് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ചെറിയ ബോൾ ടൈപ്പ് ആക്കിയിട്ട് നമ്മൾ മാറ്റുകയാണ്.
അപ്പോൾ നമ്മളിവിടെ ചെറിയ ബോളുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരുപോലെയുള്ള ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിത് പരത്തിയെടുക്കുകയാണ്. നമ്മൾ പാറ്റിയുടെ ആ ഒരു സൈസിൽ നമ്മളിത് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ചിക്കൻ പാറ്റി നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കണം, അതായത് ഒന്ന് പൊരിച്ചെടുക്കണം. എണ്ണയിൽ പൊരിച്ചെടുക്കല്ല, നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന മാതിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വളരെ കുറച്ച് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, വളരെ കുറച്ച് സൺഫ്ലവർ ഓയിൽ. ചിക്കൻ പാറ്റി ആണ് കേട്ടോ നമ്മളെ ബർഗറിൻ്റെ മെയിനായിട്ടുള്ള ഐറ്റം. അത് കൊള്ളായാൽ പിന്നെ നമ്മൾ ബർഗർ ഒന്നിനും കൊള്ളില്ല. അപ്പോൾ പുറം ചെറുങ്ങനെ കരിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ നല്ല പോലെ മുരിയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാപ്സിക്കം, അതുപോലെ തന്നെ കുക്കുംബർ, ടൊമാറ്റോ, തക്കാളി, ഇത് മൂന്നാണ് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 100 ഏകദേശം ഒരു 1.5 കിലോ ക്യാപ്സിക്കം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 കിലോ 2 കിലോൻ്റെ അടുത്ത് കുക്കുംബർ വാങ്ങിയിട്ടുണ്ട്. 1 കിലോ തക്കാളിയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് സ്ലൈസ് ചെയ്തിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇനി നമ്മളെ പാറ്റി, ചിക്കൻ പാറ്റി, ഇപ്പോൾ ഈ തിളക്കുന്നതിൽ വെള്ളമാണുള്ളത്, ഉരുളിയിൽ വെള്ളമാണുള്ളത്. നമ്മുടെ കയ്യിൽ ഓവൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഐഡിയപരമായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ പാറ്റിയിൽ നമ്മൾ ചീസ് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അത് നമ്മുടെ പാറ്റി ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചീസ് ഒരു ഷീറ്റ് നമ്മൾ 2 പീസാക്കിയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ചൂടിൽ ഇത് മെൽറ്റ് ആയിട്ട് ഈ പാറ്റിൻ്റെ കൂടെ ചേർന്നോളും. ഇനി നമ്മളെ ബെന്നിൽ നമ്മളെ ബർഗർ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. ഏകദേശം 100ഓളം ബെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അത്ര വലിയ ബെന്നല്ല എന്നുണ്ടെങ്കിലും ആകൃതി ഒത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബെന്ന് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ബർഗർ അവസാനം നമ്മൾ റെഡിയാക്കാൻ പോവാണ്. ഇപ്പോൾ ബെന്നുകൾ ഏകദേശം 100ഓളം ബെന്നുകൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മയോണീസ്, വൈറ്റ് സോസ് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ഭാഗത്ത് വൈറ്റ് സോസും ഒരു ഭാഗത്ത് ടൊമാറ്റോ സോസും.
അപ്പോൾ നമ്മൾ ടൊമാറ്റോയും ക്യാപ്സിക്കും കുക്കുംബറൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാറ്റിയുടെ മുകളിൽ നമ്മൾ ചീസ് മെൽറ്റ് ചെയ്തിട്ടുള്ള ആ പാറ്റി കൂടി ഇതിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവസാനം നമ്മളെ 100ഓളം ചിക്കൻ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കുകയാണല്ലോ, അപ്പോൾ കടയിൽ കിട്ടുന്നൊരു ഫീലൊക്കെ അവർക്കും കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബട്ടർ പേപ്പറിലൊക്കെ നമ്മളൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇത്രയും ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ചെറിയൊക്കെ ഒന്ന് കുത്തി കൊടുത്ത് നല്ല മൊഞ്ച് ചൊറുക്കാക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ 100ഓളം ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ബർഗർ ഈറ്റിംഗ് ചലഞ്ച് ആണ്, അതായത് ബർഗർ തീറ്റ മത്സരം. ഏകദേശം ഒരു 7 നമ്മുടെ കൂട്ടുകാര് അതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. 3 മിനിറ്റ്, ഏകദേശം 4 ബർഗർ ആണ് അവർക്ക് കൊടുക്കുന്നത്. 4 ബർഗർ 3 മിനിറ്റ് എന്നുള്ളതാണ് ടൈം. ആ സമയത്തിനുള്ളിൽ അവരെത്ര ബർഗർ തിന്നുന്നോ അവരായിരിക്കും ഈ ബർഗർ ഈറ്റിംഗ് ചലഞ്ചില് വിന്നർ. അപ്പൊ നമുക്ക് നേരെ ഇനി ആ സെക്ഷനിലേക്ക് പോവാം. ബർഗർ ഈറ്റിംഗ് ചലഞ്ച്. അപ്പൊ നമ്മളെ ഈറ്റിംഗ് ചലഞ്ച് ഏകദേശം ഓരോരുത്തർക്കും 3 ബർഗർ വീതം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആൾക്കാരാണ് നമ്മൾ മത്സരിക്കുന്നത്. സഫ്വാന്, പിന്നെ ഷാമില്, ഫൈറോസ്, ജിതിന്, ഷൗമില്, മുസമില്. അപ്പൊ 5 പേരെ ഇതില് ഉള്ളൂ. അപ്പൊ ഓരോരുത്തർക്കും 3 ബർഗർ വീതം കൊടുത്തിട്ടുണ്ട്. സമയം 3 മിനിറ്റ് ആണ്. റെഡി, 1 2 3. നമ്മളെ ചെക്കന്മാരൊക്കെ നല്ല ഉഷാറായിട്ട് ബർഗർ തിന്നുന്നുണ്ട് കേട്ടോ. നമ്മളെ കുക്കിംഗ് നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ആരും ഒരു വെറുപ്പൊന്നും പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യണം. കൂടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഞാൻ എന്നും ചെയ്യുന്ന വീഡിയോസ് യഥാസമയം നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. ബർഗർ കഴിച്ചിട്ട് നമ്മളെ ബർഗർ നമ്മളെ സുഹൃത്തുക്കൾ എല്ലാവരും കഴിക്കുന്നുണ്ട്. ഉള്ള അടിപൊളി സാധനമാണ്. അപ്പൊ നമ്മളെ വിന്നറ് നമ്മളെ ബെസ്റ്റ് സുഹൃത്ത്, ബാല്യകാല സുഹൃത്ത് കൂടിയായ ഒപ്പാൻ. എങ്ങനെയുണ്ട് പാറ്? അടിപൊളിയാണ്, അടിപൊളി പൊളി സാധനം. നല്ല ടേസ്റ്റ്, അടിപൊളി. അതാണ്ടോ ഐറ്റം. ടൊമാറ്റോ, ക്യാപ്സിക്കം, അതേപോലെ തന്നെ സോസൊക്കെ നല്ല മെൽറ്റ് ആയിട്ടുള്ള, ചീസൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്, പാറ്റിയും നല്ല ഉഷാറായിട്ടുണ്ട്. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? സൂപ്പർ.